അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നുള്ള തെളിവുണ്ടോ? അദ്ദേഹം പറഞ്ഞത് നോ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചാൽ, ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ബാധകമാണ്, എനിക്കും ബാധകമാണ്. ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം 100% ശരിയായിക്കൊള്ളുന്നില്ല. അത് ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇതില്ലേ നിങ്ങൾ ഞാൻ പലപ്പോഴും ഇത് ആവർത്തിച്ച വിഷയമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാർ മാത്രമല്ല, മന്ത്രിമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് നമ്മളൊരു സിസ്റ്റം എങ്ങനെയാണ്, അത് നിയമപരമായ വ്യവസ്ഥകളുണ്ട്. ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ സമീപിക്കണം, എന്ത് നിലപാടെടുക്കണം, അത്തരം ഭരണപരമായ കാര്യങ്ങൾ ചുമതലയുണ്ട്. ആരോപണം ഉന്നയിച്ചാൽ ഉടനെ നടപടിയല്ല സ്വീകരിക്കേണ്ടത്. ഒരാൾ പേരിൽ നടപടി എടുത്തല്ലോ, അവിടുത്തെ പഴയ മലപ്പുറം SP ആയിരുന്ന ഒരാളില്ലേ, സുജിത് ദാസ്, അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുത്തല്ലോ. അത് നടപടി പ്രാഥമികമായ പരിശോധനയിൽ തന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നടപടി എടുത്തിട്ടുള്ളത്. അത് ഗവൺമെൻറ് നിലപാടിൻ്റെ ഭാഗം തന്നെയാണത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പരിശോധനയിലാണ്. പരിശോധിച്ച് എന്ത് നിലപാട് എന്നുള്ളത് കാത്തു നിൽക്കാതെ, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഇത്തരം ഒരു രീതി സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം. അല്ല, പൂരം കറക്കലിൻ്റെ അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പത്രങ്ങളൊക്കെ പലതും ഇപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷേ ഗവൺമെൻറ് നിലപാട് പറയട്ടെ. ഗവൺമെൻറ് നിലപാട് പറയുന്ന സമയത്ത് നിങ്ങൾക്കും കൂടുതൽ അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ കഴിയും, ഞങ്ങൾക്കും പറയാൻ കഴിയും അഭിപ്രായങ്ങൾ. അതാണ് കാര്യത്തുള്ളത്. പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന് അല്പം സമയമെടുത്തു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അത് സമയമെടുത്തു കഴിഞ്ഞാൽ അവസാനം സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് 24-ാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. 24-ാം തീയതിക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ലഭിച്ചു. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഗൗരവമായ അന്വേഷണത്തിൽ തന്നെയാണ് ഇതുള്ളത്. ഈ അന്വേഷണത്തിൻ്റെ നില മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സ്വീകരിക്കും. ഇതിലിപ്പം കഴിഞ്ഞ ദിവസം PV അൻവറിനോട് ഇനി പരസ്യ പ്രതികരണം പാടില്ല എന്ന് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് അൻവർ ഇപ്പം ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുകയും ഇത്തരം അധികം കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് അൻവറിനെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകളും വരുന്നുണ്ട്. ആ വാർത്തയിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതയുണ്ടോ? ഞാൻ CPMന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി അറിയാതെ ഒരു തീരുമാനം പാർലമെന്ററി പാർട്ടി എടുക്കില്ല എന്നുള്ള അത്രയും കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നേ വേണ്ടേ? അല്ല, അല്ല അത് ഞങ്ങൾ അൻവറിനെ പാർലമെന്ററി പാർട്ടി അംഗത്തിന് ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ പാർലമെന്ററി പാർട്ടിക്ക് പുറത്തു പോകുന്ന അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനും എതിരായി സ്വീകരിച്ച നിലപാട്, അത് സംബന്ധിച്ച് ഞങ്ങളെ പാർട്ടി ഇത് കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്ത് നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് എൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ CPIM ഈ കാര്യത്തിൽ നിലപാടുകൾ ആലോചിക്കുള്ളൂ. ഇപ്പം ഇന്നും നാളെയുമായി പാർട്ടിയുടെ PB യോഗം ചേരുകയാണ്, കേന്ദ്ര കമ്മിറ്റി യോഗമുണ്ട്. അപ്പം പാർട്ടി നേതാക്കന്മാരെല്ലാം ഈ യോഗത്തിന് വേണ്ടി ഡൽഹിക്ക് പോയി, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ CPIMൻ്റെ സംഘടനാപരമായ ചില നടപടിക്രമങ്ങളുണ്ട് ഇതിന്. അതിനുശേഷം ഞങ്ങൾ എന്താണ് തീരുമാനമെടുക്കുന്നുള്ളത് പരസ്യപ്പെടുത്താനുള്ള തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കും. ഇല്ലില്ല, അതിപ്പോൾ ഇതല്ല. നിങ്ങൾ ഒരു ആദ്യം എത്ര കാലമായി, ഇന്ന് എത്ര കാലമായത് 24 മൈക്ക് ഞാൻ പറയട്ടെ, ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്ര കാലമായ ആരോപണം ഇങ്ങനെ കത്തി നിന്നില്ലേ? ആ ലാവ്ലിൻ ആരോപണം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തല്ലേ 2016 തെരഞ്ഞെടുപ്പ്? അതല്ലേ ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി MLA അല്ല, പാർട്ടി അല്ല, അദ്ദേഹം വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയിൽ വരുന്നത്.
അത് ആ നിലയിൽ അംഗീകരിക്കണം. അല്ല, പക്ഷേ അതിന്റെ അദ്ദേഹം അതിന് പറയുമ്പോൾ മുമ്പുള്ള നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഒരു മിനിറ്റ് എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ല നിങ്ങൾ സോറി നിങ്ങൾ പത്രങ്ങളെല്ലാം പല വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തെ പല രീതിയിലും പത്രങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് ഞാനല്ല പറയേണ്ടത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം ഇതിനു മുമ്പ് കുറേ ആരോപണങ്ങൾ വേറെ ഉന്നയിച്ചതുണ്ട് കേരളത്തിൻ്റെ മുമ്പിൽ. അതെല്ലാം അവിടെ കിടക്കുന്നുണ്ട് അൻവറിൻ്റെ രീതിയെ സംബന്ധിച്ച്. അപ്പോൾ അതെന്തോ ആവട്ടെ, ഇപ്പം ഞാൻ സംസാരിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഒരു സമീപനം എന്താണെന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് നിങ്ങൾ പരിഗണിക്കുന്നത്. അല്ല, അത് പാർട്ടിയാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. ഞാനല്ല പാർട്ടി, ഞാൻ പാർട്ടിയുടെ ഭാഗമാണ്. പാർലമെന്ററി പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കളുടെ കയ്യിൽ ആയുധമായി തന്നെയാണ് PV അൻവർ പ്രവർത്തിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഒരു ശൈലിയും 2 മണിക്കൂറാണല്ലോ എടുത്തത്. എന്ത് പ്രചാരണമാണ് കൊടുത്തത്? വലിയ പ്രചാരണം കൊടുത്തില്ലേ കേരളത്തിലാകെ? അതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അതിനെത്ര ആയുസ്സുണ്ടാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, അതെല്ലാം പരിശോധിക്കേണ്ട പ്രശ്നം.